നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളെ നടക്കുന്ന LSG വേഴ്സസ് പഞ്ചാബ് മത്സരത്തെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ്. LSGയെ സംബന്ധിച്ച് ഇത് വലിയ ഒരു ഇമ്പോർട്ടന്റ് മാച്ച് ഒന്നുമല്ല, അവർ ഓൾറെഡി 10ാം സ്ഥാനത്താണ്. പക്ഷെ പഞ്ചാബിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഈ സീസണിൽ ആദ്യം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പഞ്ചാബ് ജയിച്ചിരുന്നു, പക്ഷെ അപ്പോൾ ഒരു ഡിഫറെന്റ് പഞ്ചാബ് ആയിരുന്നു, ഇപ്പോൾ ഒരു ഡിഫറെന്റ് പഞ്ചാബാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് പഞ്ചാബിനെ സംബന്ധിച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് KKRന്റെ അതുപോലുള്ള RRന്റെ ഒക്കെ മാച്ചസിലേക്ക് നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഈ മാച്ച് പഞ്ചാബിന് ജയിച്ചേ പറ്റത്തുള്ളൂ. ഏകനാലാണ് മാച്ച് നടക്കുന്നത്, ലക്നൌവിന്റെ ഹോം ഗ്രൗണ്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു ലോ സ്കോറിംഗ് മാച്ച് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റ് മാച്ച് തന്നെ ആയിരിക്കും. അരുൺ ബ്രോ, കണ്ടീഷൻസ് സിമിലർ തന്നെ ആയിരിക്കത്തില്ലേ നമ്മൾ സ്ഥിരം ഏകനാലിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷൻ? അതെ അതെ, കണ്ടീഷൻസ് സെയിം തന്നെ ആയിരിക്കും. അവിടെ ബാറ്റിംഗ് സെക്കൻഡാണ് കൂടുതലും അഡ്വാൻറ്റേജ്. കാരണം ആരൊക്കെ ഈ 5 കളി നടന്നിട്ടുള്ളതിലും ബാറ്റിംഗ് സെക്കൻഡ് തന്നെയാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടോസ് കിട്ടിയ ബാറ്റിംഗ് സെക്കൻഡ് എന്നുള്ള രീതിയിൽ പോവുക. അവിടെ ഫേസസ് നോക്കി കഴിഞ്ഞാൽ 1 to 6 ആണ് മോസ്റ്റ് വിക്കറ്റ്സും പോയിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ബോൾസിന് നല്ല മൂവ്മെൻറ്റ്, ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല മൂവ്മെൻറ്റ് കിട്ടും. ഹാർഡ് ന്യൂ ബോളിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും. ആ ഒരു ഫേസിൽ 23 വിക്കറ്റ് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് പോയിട്ടുണ്ട്. 7 to 14 മിഡിൽ ഫേസിൽ 14 പോയിട്ടുള്ളൂ. കാരണം ആ ഡിഫറൻസ് തന്നെ വലുതാണ്. ഓൾമോസ്റ്റ് 50% ഡിഫറൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ 15 to 20 22 വിക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ സ്പിന്നേഴ്സൊക്കെ 14 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ ഇത്രയിനകത്തിൽ. അതിലും ഫിംഗർ സ്പിന്നേഴ്സാണ് അതിനകത്തിൽ 90% ഓഫ് ദ വിക്കറ്റും എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടൊരു വലിയൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കത്തില്ല. ഒരു 200 വിൽ ബി എ ഗുഡ് ടോട്ടൽ ഓൺ ദ ബോർഡ്. പക്ഷേ ഇപ്പം LSE കളിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹൈ സ്കോറിംഗ് ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ അത്ഭുതമില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ 2 ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരും ഹൈ ഇൻറ്റൻറ്റിൽ കൺസിസ്റ്റൻ്റായിട്ട് നല്ല എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്നുണ്ട്. ജോഷ് ഇഗ്നിസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെ മിച്ചൽ മാഷ് ആണെന്നുണ്ടെങ്കിലും. അപ്പം LSEയെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത മാച്ച് അല്ല ഇത്. LSEക്ക് ഇത് ജയിച്ചേ തീരത്തുള്ളൂ. ഇത് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ LSE ഷുവർ ഷോട്ടായിട്ട് 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും. LSE ഈ പറഞ്ഞിട്ട് ഇത് ജയിച്ചു കഴിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്ന രാജസ്ഥാൻ മുംബൈ കളിയിൽ മുംബൈ തോറ്റു കഴിഞ്ഞാൽ LSE 9ാം സ്ഥാനത്തേക്ക് ഫിനിഷ് ചെയ്യും. ആർക്കും ഒരു ടേബിളിൽ 10ാം സ്ഥാനം ഫിനിഷ് ചെയ്യണ്ടല്ലോ. അതിനെക്കാട്ടിലൊരു ബെറ്റർ ട്രൈ എന്നുള്ള രീതിയിൽ അവർ കളി ജയിക്കാനേ നോക്കത്തുള്ളൂ. പിന്നെ LSEയെ സംബന്ധിച്ച് കുറേ ഏറെ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കാനും, അത് വേറെ ബാറ്റ്സ്മാനായിട്ടുള്ള മിച്ചൽ മാഷൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഏഡൻ മാർക്കർ ആണെന്നുണ്ടെങ്കിലും പുള്ളി പോയി തിരിച്ച് നാട്ടിൽ പോയി. ഷമിക്കൊക്കെ കഴിഞ്ഞ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അടുത്തൊരു സീസൺ എന്നുള്ള നിലയിലായിരിക്കും LSE കഴിഞ്ഞ കളി പോലെ ടീമിനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും LSEയിൽ ഉണ്ടാവുക. പഞ്ചാബിന് ഈ കളി മസ്റ്റ് വിന്നാണ്. ഈ പറയുന്ന പോലെ നമ്മൾ ഒരു വീഡിയോ ചെയ്താണ് ഡീറ്റെയിൽഡായിട്ട് ഓരോ കളികളിലെ റിസൾട്ട് മറ്റുള്ള ടീമുകളെ എങ്ങനെ ബാധിക്കും എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. പഞ്ചാബിനെ സംബന്ധിച്ച് മസ്റ്റ് വിൻ ആയിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും നമുക്ക് വളരെ വാല്യബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യബിൾ ഇൻപുട്സ് കമൻസ് ആയിട്ടൊന്ന് ചെയ്യുക. കാരണം നമ്മളെ ബെറ്റർമെൻറ്റിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു മാച്ചിൽ പഞ്ചാബ് വരുന്നത് വളരെ ഡള്ളായിട്ടാണ്. ആ ഒരു മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബാഡ് മൊമെന്റം വേറെ ഒരു ടീമിനും ഈ ഒരു സീസണിൽ, അതായത് ഫസ്റ്റ് സീസണിൽ ഇങ്ങനെ കയറി പോയിട്ട് നേരെ കുത്തനെ ഇറങ്ങി വരുന്ന ഒരു ടീമാണ്. സോ ആ മൊമെന്റം ബ്രേക്ക് ചെയ്യാനും ഈ മാച്ചിൽ LSG എന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്ത ടീമാണ്. പോരാത്തന്നെ അവരുടെ ടോപ്പ് 2 എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത്. സോ ഒരു പക്ഷേ അവര് ഒരു എന്താ പറയുന്നത്, പവർ പ്ലേയിൽ തന്നെ ഈ ഒരു പഞ്ചാബിന്റെ എല്ലാ സ്വപ്നങ്ങളും ഉടച്ചു കളയാൻ ഒരു സാധ്യതയുള്ള ഒരു ടോപ്പ് 2 ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പഞ്ചാബ് ഈ മൊമെന്റ് എങ്ങനെ തിരിച്ചെടുക്കുക? അവർക്ക് ഈ മാച്ചിൽ മസ്റ്റ് വിൻ മാച്ചാണ്. അവർക്ക് എങ്ങനെങ്കിലും ഈ ഒരു LSGയെ തോൽപ്പിച്ചേ പറ്റത്തുള്ളൂ. സോ അവരുടെ കീ എന്ന് പറയുന്നത് ടോപ്പ് 3 വിക്കറ്റ്സ് തന്നെയാണ്. ആ ടോപ്പ് 3 വിക്കറ്റ്സ് എങ്ങനെ എടുക്കും അവര്? എന്തായിരിക്കും ഏക്കാനാൾ ചെയ്യുന്നത്? അതുപോലെ ഏത് പ്ലേയിങ് ലെവൻ ആയിരിക്കും അവർ ട്രൈ ചെയ്യാൻ പോകുന്നത്? സോ ആ ഒരു LSEയുടെ ടോപ്പ് ഡിസ്കഷനിലേക്ക് 3 LSEയുടെ ടോപ്പ് 3 ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് അത്ര സിമ്പിളായിട്ടുള്ള കാര്യം ആയിരിക്കത്തില്ല. ഇപ്പം ഈ പഞ്ചാബിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അതിനുള്ളൊരു സ്ട്രൈക്ക് ബോളർ ആകെപ്പാടെ അവിടെ ഒറ്റെണ്ണുള്ളൂ, ആകാശ് ദീപ് മാത്രമേ ഉള്ളൂ, ഹർഷീപ് സിംഗ്. അപ്പോൾ ഈ ഹർഷീപ് സിംഗിനെ നോക്കി കളിച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ LSEക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാവും. പക്ഷേ നേരെ മറിച്ച് LSEയുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അങ്ങോട്ടൊരു മിഡിൽ ഓർഡർ ആയാലും ഫിനിഷിംഗ് ആണെങ്കിലും LSEയെ സംബന്ധിച്ച് വലിയൊരു ബൂസ്റ്റുള്ള കാര്യങ്ങളല്ല. അവർ ഇത്രയും നാളും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
അപ്പോൾ സ്ട്രൈക്ക് അപ്രണ്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും പഞ്ചാബിനെ സംബന്ധിച്ച് പ്ലാൻ. സ്ട്രൈക്ക് അപ്രണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് മിച്ചൽ മാഷ് എന്ന് പറഞ്ഞൊരു പ്ലെയറിന് ഒരു ഹിപ്പിന് മണ്ടേക്കോട്ടുള്ള ബോൾ ബൗൺസ് രീതിയിൽ കൊടുക്കുകയേ ചെയ്യരുത്. പുള്ളിയെ ഫ്രണ്ട് ഫുട്ടിൽ കളിപ്പിക്കുക, പുള്ളിയെ ഫ്രണ്ട് ഫുട്ടിൽ ഡ്രൈവിന് ഇൻവൈറ്റ് ചെയ്യുക. അങ്ങനെ ഒരു നിക്ക് ചെയ്തുകൊണ്ട് ബോളിൻ്റെ മൂവ്മെൻറ്റ്സ് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ LBW എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കട്ടേഴ്സ് എറിഞ്ഞ് പുള്ളിയെ എടുക്കുക. നേരെ മറിച്ച് സെയിം പാറ്റേൺ തന്നെ ആയിരിക്കണം ജോഷ് ഇഗ്നിസിനും എതിരെടുക്കുക. പുള്ളിക്കും ഷോർട്ട് ബോൾസ് എറിയാതിരിക്കുക. പുള്ളിയുടെ ഷോർട്ട് ആം ജാമാണ് പുള്ളിയുടെ ഫേവറേറ്റ്. അതായത് എറിയുമ്പോൾ പുള്ളി രണ്ടു പേർക്കും തേർഡ് മാന് മാറ്റി ഒരു മിഡ് വിക്കറ്റ് എന്നുള്ള രീതിയിൽ പവർ പ്ലേ ഇട്ട് തന്നെ എറിഞ്ഞാലും ഒട്ടും അത്ഭുതമില്ല. അവർക്ക് ലെഗ് സൈഡ് ആക്സസ് കൊടുക്കാതിരിക്കുക രണ്ട് പ്ലെയേഴ്സിനും. ഓൺ ടു ദ ബോഡിയോ മിഡിൽ സ്റ്റംപ് പോലും എറിഞ്ഞാൽ പോലും അവർ ലെഗ് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള നല്ല റുസ്റ്റി ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ആ ലെഗ് സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ അവർ ഓഫ് സൈഡിൽ കളിപ്പിച്ച് വിക്കറ്റ് എടുത്താൽ മാത്രം മതി. പൊതുവെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലെ അവരുടെ മിഡിലോട്ട് ഇറങ്ങി പോരുന്നുള്ളൂ. ഇപ്പം നിക്കോളാസ് പൂരൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കളി കളിച്ചെന്നുണ്ടെങ്കിലും ഡ്രൈ റണ്ണാണ് ഈ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ്. സ്പിന്നേഴ്സ് വരുമ്പം ഇത്രയും നാൾ നിക്കോളാസ് പൂരൻ നമ്മൾ ബാറ്റിങ്ങിൽ ടെക്നിക്കലി നമ്മൾ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അതേ വീക്ക്നെസ് തന്നെ പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഋഷഭ് പന്തിന് ഇപ്പോഴും ആ ടീമിൽ ഏത് പൊസിഷനാണെന്നോ എന്താണെന്നോ പുള്ളിയുടെ റോൾ എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. ഓൾമോസ്റ്റ് അവിടെ മിഡ് ഓർഡർ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെ അവിടുത്തെ അവസ്ഥ അത് തന്നെയാണ്. ഒരു റോൾ ക്ലാരിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ പഞ്ചാബ് ഈ വരുന്ന ഡ്രൈ റണ്ണ് ഇന്നെങ്കിലും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. പഞ്ചാബിന് പ്രശ്നം ഇത്രയും ആദ്യത്തെ കളി 6 കളി കഴിഞ്ഞ തവണ ഡൽഹി തൊട്ടായിരുന്നു. ആദ്യമേ എല്ലാം കളിയും ജയിച്ച് ടേബിൾ ടോപ്പിൽ നിന്നു. അവസാനത്തെ 6 കളികളും തൊട്ട് പുറത്തായി. അതേ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഭയങ്കര പ്രഷറാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അത് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണെങ്കിൽ തന്നെ അവരൊരു നാച്ചുറൽ ഒരു ഹൈ ഇൻറ്റൻറ്റ് ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. പ്രിയഞ്ചേരി ആണെന്നുണ്ടെങ്കിൽ ആ 4th 5th സ്റ്റമ്പിലേക്ക് മൂവിങ് അവേ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കിന് ഇച്ചിരി ബൗൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി വിക്കറ്റിന് ലൈക്ക് സ്ലൈസ് ചെയ്ത് ബോൾ ഗോയിങ് അപ്പ് ആരെങ്കിലും ക്യാച്ച് എടുക്കുന്ന രീതിയിലും, പ്രസുബ്രനെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവിന് വിളിച്ച് നിക്ക് ചെയ്ത് വിക്കറ്റ് കീപ്പർ സ്ലിപ്പ് എന്നുള്ള രീതിയിൽ ആ പാറ്റേൺ ഒരുപാട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏർലി വിക്കറ്റ്സ് പോകുമ്പം ഈ ശ്രേയസ് അയ്യർ എന്നാണെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് വരുന്ന കുപ്പർ കോൺലിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫെൻസീവായിട്ട് മാറേണ്ടി വരുന്നു. പക്ഷേ ഏകക്കുറെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ കഴിഞ്ഞ കളി അവരുടെ ഫിനിഷേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. അതുമാത്രമാണ് അവർക്ക് ഈ കളിയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതെ, ശശാങ്ക് ഫോമിലേക്ക് വന്നു കുറേ ഈ ഒരു സീസണിൽ ആദ്യമായിട്ട്. അപ്പോൾ അവരുടെ ഇപ്പോൾ ബാറ്റിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ബോളിങ്ങിൽ നീ പറഞ്ഞ പോലെ ഇവരുടെ ടോപ്പ് 3 തീർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബോളിങ്ങിൽ സ്പെസിഫിക്കലി ഈ ലോക്കി ഫെർഗൂസൺ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ഓസ്ട്രേലിയൻ പേസ് ബോളർ സേവിയർ ബാത്ലറ്റ്, ഈ സേവിയർ രണ്ട് ബാറ്റ്ലർ ബോളേഴ്സിനെ അവർ മാറി മാറി പരീക്ഷയാണ്. സോ ഈ ഏക്കാനയിലെ ഒരു സർഫസിന്റെ ഒരു ഇത് വെച്ചിട്ട് ലോക്കി ഫെർഗൂസൺ ആയിരിക്കത്തില്ല കുറച്ചും കൂടെ ബെറ്റർ. അതുപോലെ തന്നെ വൈശാഖ് വിജയകുമാർ ടീമിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകത, സ്പിന്നേഴ്സിന് അത്ര കണ്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഫിംഗർ സ്പിന്നേഴ്സ് പൊതുവെ ഈ ഒരു പിച്ചിൽ പെർഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സീസണിൽ പെർഫോം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ ബ്രാർ ടീമിലേക്ക് അങ്ങനെ ബോളിങ്ങിൽ അവർക്ക് ഒരു ബോളിംഗ് യൂണിറ്റിൽ ഒരു പ്രോപ്പർ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് പഞ്ചാബിൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. ഈ കളി സത്യം പറഞ്ഞാൽ ബ്രാറും ചഹലും കളിക്കേണ്ട കളികളാണ്. പക്ഷേ അവിടെ ഫിംഗർ സ്പിന്നേഴ്സ് ആണ് 90% വിക്കറ്റ് എടുത്തെന്നുള്ളതുകൊണ്ട് ബ്രാറ് മസ്റ്റായിട്ട് കളിക്കേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചഹൽ, പിന്നെ ഈ പറഞ്ഞിട്ട് ചഹൽ ആ സ്കില്ലുണ്ട്, ഏതൊരു സർഫേസിൽ എറിയാനുള്ള സ്കില്ല് ചഹലുണ്ട്. ചഹലും റഷീദ് ഖാനും ഒക്കെ ഏത് സർഫേസ് കിട്ടിയാലും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അവർ രണ്ടുപേരും കളിക്കണം. അതിനോടൊപ്പം തന്നെ വൈശാഖ് വിജയകുമാർ കളിക്കണം. അതായിരിക്കണം അവരുടെ മൂന്നാമത്തെ ബോളർ. നാലാമത്തെ ലോക്കി ഫെർഗൂസൺ കളിക്കണം. അസമത്തുള്ള ഉമർ സായി കളിക്കണം. ഹർഷീപ് സിംഗും കളിക്കണം. ആ ഒരു 6 പേരുടെ ലൈനപ്പായിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഒരാൾക്കെങ്കിലും ഒരു ബാഡ് ഡേ വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് അവരുടെ സ്ട്രോങ് ബോളിംഗ് ലൈനപ്പാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കളി അവർ കളിപ്പിച്ചിരുന്നുവെങ്കിൽ അത് പെർഫോം ചെയ്തേനെ. ഒരു കളി കളിച്ചു അടിയും മേടിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ബോളിംഗ് റൊട്ടേഷൻ വരുത്താതെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ബോളേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഈ കളി ആ ഒരു കോൺഫിഡൻസോടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ചേഞ്ചസ് അവർ വരുത്തേണ്ടതാണ്. ബാറ്റിംഗ് ലൈനപ്പ് അവർ സെയിം തന്നെയായിരിക്കും. ഒരു രീതിയിലുള്ള അനക്കങ്ങളും അവരതിനകത്തിൽ കൊണ്ടുവരത്തില്ല. ചാഹലിനെ സംബന്ധിച്ച് ചാഹലിന് ഒരു ബിഗ് ഗ്രൗണ്ടും കൂടെ ആയതുകൊണ്ട് സ്പിന്നേഴ്സിന് സപ്പോർട്ട് കിട്ടുമെങ്കിൽ ഇപ്പോൾ സ്പിന്നേഴ്സിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് ചാഹൽ തീർച്ചയായിട്ടും അവിടെ ബ്രേക്ക് ത്രൂസ് കൊടുക്കാനായിട്ട് ചാഹലിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോയ് പറഞ്ഞ കട്ടേഴ്സ് എറിയാൻ വൈശാഖ് വിജയകുമാറിന് പറ്റും. സോ ഈ ഒരു ബോളിംഗ് ലൈനപ്പ് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ വിഷ്ണു വിനോദിന് കളിക്കാൻ ചാൻസ് ഉണ്ടോ? അത് മീൻസ് ഇതൊരു വേറൊരു മലയാളി എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്, ആസ് എ ടീം ഇതിലല്ല പറയുന്നത്. നമ്മൾ ഒരു മലയാളി എന്നുള്ള ബെഞ്ചിലിരിക്കുന്ന ഒരു പ്ലെയർ പെർസ്പെക്റ്റീവിൽ എന്നുള്ള അതെ, ബെഞ്ചിലിരുന്ന പ്ലെയർ ഇതിന് മുമ്പത്തെ കളി കളിച്ചു, ഇമ്പാക്ട്സ് ആയിട്ട് വന്നു. അതും പ്രഭ്സിമ്രനെ ഇമ്പാക്ട് ചെയ്ത് വിക്കറ്റ് കീപ്പ് ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പ്രഭ്സിമ്രൻ്റെ ഡ്രൈ റൺ ആയിരുന്നു ഒരു 4-5 കളി കഴിഞ്ഞ ഇതായിട്ട്. അപ്പോൾ അതായത്
പഞ്ചാബ് തോക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഭു സിമ്രൻ്റെ ബാഡ് ഇന്നിങ്സ്, ശ്രേയസ് അയ്യരുടെ ബാഡ് ഇന്നിങ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചേഞ്ച് വരുത്താൻ വരാണ്ടതായിരുന്നെങ്കിൽ കഴിഞ്ഞ കളി വന്നേനെ. കഴിഞ്ഞ കളി വരാത്തിടത്തോളം ഈ കളി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാപ്സ് നേരിടണം. മനസ്സിലായി? അല്ലാത്ത പക്ഷം ഈ കളി അവർ സെയിം 11 തന്നെ ഒരു ലാസ്റ്റ് ചാൻസ്, ഒരു ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ കളി ജയിച്ചാൽ തന്നെയും കഴിഞ്ഞ അവരുടെ കളിയും കയ്യിലല്ല കൂടെ കാര്യങ്ങൾ. അതെ, കഴിഞ്ഞ കളിയും കൂടെ തോറ്റ സ്ഥിതിക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചാൻസ്, എന്തായാലും ശശാങ്കിന് ഇനി മാറ്റാൻ ചാൻസ് ഇല്ല. പ്രഭ് ഇല്ല. സിമ്രാൻ കഴിഞ്ഞ കളിയിൽ ഔട്ടായി, അതിന് മുമ്പത്തെ കളി റൺ അടിച്ചപ്പോഴും 2 ചാൻസ് കൊടുത്തിട്ട് ഔട്ടായി. സോ പ്രഭ് സിമ്രാൻ പഞ്ചാബിന്റെ ഒരു മെയിൻ പ്ലെയർ ആണ്. സോ അതുകൊണ്ട് അത് ടച്ച് ചെയ്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷ. ഇത് പ്യുവർലി നമ്മളൊരു മലയാളി പ്ലെയർ വന്ന് ബെഞ്ചിൽ ഇരിക്കുന്നു, അത് എങ്ങനെയും അവസരം കിട്ടുമോ എന്നുള്ള ഒരു പോയിന്റ് കൊണ്ട് മാത്രം ഇത് ഡിസ്കസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു പ്ലെയർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ ആവശ്യമേ ഇല്ല. പ്രഭ് സിമ്രാൻ കളിക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാറുണ്ട്. സോ അതാണ് പഞ്ചാബിന്റെ ഒരു സൈഡ്. ഇനി LSGയുടെ സൈഡിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ സ്ഥിരം മാറ്റുന്ന മിഡിൽ ഓർഡർ ആയിരിക്കും. ഇപ്പൊ മറ്റേ LSC മുകുൽ ചിലപ്പം ചൗധരി, ഇതിനകത്തിൽ നാളെ ഈ അർജുൻ ടെണ്ടുൽക്കറൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി ഇത്രയും നാളും ബെഞ്ചിലിരിക്കുക, അത് ലാസ്റ്റ് കളിയാണ്. അവർ പല രീതിയിലുള്ള ബോളിംഗ് ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അവർ മിക്കവാറും അർജുൻ ടെണ്ടുൽക്കറിനെ ഒന്ന് ചാൻസ് കൊടുത്താൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, കഴിഞ്ഞ കളി ആകാശ് സിംഗ് ഒക്കെ വാങ്ങിച്ച് അടി വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ തന്നെ അടിയെ അർജുൻ ടെണ്ടുൽക്കറും കളിച്ചാൽ വാങ്ങിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് ചാൻസ് ഉണ്ട്. ഷമി കളിക്കാൻ ചാൻസ് ഉണ്ടോ? മീൻസ് അവർക്ക് ഈ ഷമി മാച്ച് ഇല്ല, മുന്നോട്ട് റെസ്റ്റ്. പോകുമ്പോൾ ഷമി കളിക്കണമെന്നല്ല, ഷമിക്ക് റെസ്റ്റ് എന്നല്ല, അവർ അടുത്തൊരു വർഷം എന്തുണ്ട് കയ്യിൽ, അല്ലെ എന്തൊക്കെയാണ് ഇനി ഓപ്ഷന് എടുക്കേണ്ടത്, അല്ലെ എന്തൊക്കെയാണ് ട്രേഡ് നോക്കേണ്ടതെന്നുള്ള രീതിയിൽ ഷമിക്ക് ആ ഒരു മെസ്സേജ് പ്യൂർലി ഷമിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഷമി, വി വിൽ റീറ്റെയിൻ യു, ബട്ട് യു നീഡ് ടു ടേക്ക് റെസ്റ്റ്, വി നീഡ് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ് എന്നുള്ള മെസ്സേജ് പ്യൂർലായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഷമിയെ ബെഞ്ചിലെത്തിക്കൊണ്ട് അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നോക്കുകയാണ് അവർ ചെയ്യുക. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും പേസ് ബോളേഴ്സ് ഉള്ള ഒരു ടീം അടുത്ത വർഷത്തേക്ക് ഏതൊക്കെ പേസ് ബോളേഴ്സ് വരും എന്നുള്ളത് തീരുമാനിക്കുന്നതും കൂടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ ആയിരിക്കും. ഇതുവരെയുള്ള പെർഫോമൻസും ഇതും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ട്. സോ ഇതാണ് രണ്ട് ടീം തമ്മിലുള്ളത്. പഞ്ചാബ് എങ്ങനെയെങ്കിലും, ശരിക്കും പഞ്ചാബ് ജയിച്ചാലേ ഒരു ടൂർണമെന്റ് ഇതിൽ നല്ലത്. കാരണം പഞ്ചാബ് ജയിച്ചേക്കുമ്പോൾ മറ്റു ടീമുകൾക്ക് ജയിച്ചേ പറ്റുന്ന ഒരു നോക്കൌട്ട് സ്റ്റേജിലേക്ക് പോകും. ആറാറിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ആറാറിന് ജയിച്ചു കഴിഞ്ഞാൽ ആറാറ് ക്വാളിഫൈ ചെയ്യും. പക്ഷെ KKR സംബന്ധിച്ച് പഞ്ചാബ് ജയിച്ച് നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തും. സോ അതുകൊണ്ട് പഞ്ചാബ് ജയിക്കുന്നതാണ് ടൂർണമെന്റിന്റെ ഒരു ഹെൽത്തിന് നല്ലത്. ശ്രേയസ് അയ്യറോ ആരെങ്കിലും ഒരാൾ കളിച്ചിരുന്നെങ്കിൽ, കാരണം എന്ത് കഷ്ടമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ടൂർണമെന്റ് തുടങ്ങിയ സമയത്ത് പഞ്ചാബിനെ സപ്പോർട്ട്, അല്ലെങ്കിൽ പഞ്ചാബിനെ ഡൽഹിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം കപ്പടിച്ചിട്ടില്ലാത്ത ഒരു ടീം, അവർ കഴിഞ്ഞ വർഷം റണ്ണേഴ്സ് അപ്പ് ആവുന്നു, ഈ വർഷം വന്നിട്ടെങ്കിൽ അവർക്ക് കപ്പടിക്കണം എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് 6 മാച്ചസ് ആയിട്ട് ഡിസപ്പോയിന്റ് ചെയ്യാൻ ഇത് അങ്ങനെ ഒരു രീതിയിൽ പാർഷ്യലി സപ്പോർട്ട് ചെയ്ത് നമുക്ക് തന്നെ ഡിസപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ അവരുടെ ഫാൻസ് ഒക്കെ ഫെഡ് അപ്പ് ആയിട്ടുണ്ടാവും. പഞ്ചാബിന് നമ്പർ ഓഫ് ക്യാച്ചസ്. കേരളത്തിൽ തന്നെ ഭയങ്കര കൺസിസ്റ്റന്റ് ഫാൻസ് ഉണ്ട്. അവരുടെ ഈ പറയുന്നൊരു പകുതിയും പ്രശ്നം അവരുടെ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്നു, അവരുടെ ഫീൽഡിംഗ് ആണ് അവർ ഒരു പരിധി വരെ ലെറ്റ് ഡൗൺ ആക്കിയത്. തുടക്കത്തിലെ കളികൾ തോക്കാനുണ്ടായ കാരണം അത് പതിയെ ബാറ്റിങ്ങിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു, അത് കൂടുതലായിട്ട് ബോളിങ്ങിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പുള്ള കളികളും പഞ്ചാബ് 260 250 ഒക്കെ അടിക്കുന്നത് കാണുന്നുള്ളൂ. അവരുടെ ബോളേഴ്സ് അത്രയും വിട്ടു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അതിനെ ചേസ് ചെയ്താണ് പഞ്ചാബ് അത്ര അടിച്ചോണ്ടിരുന്നത്. അതെ, അപ്പോൾ ബോളിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ബാറ്റിംഗ് ഇപ്പോൾ പെർഫോമൻസ് കാഴ്ച വെക്കാത്തതുകൊണ്ടാണ് ഈ ബോളിംഗ് ഇച്ചിരൂടെ എടുത്തറിയാൻ തുടങ്ങിയത്. സോ അപ്പൊ അതാണ് പഞ്ചാബ് വേഴ്സസ് LSG മാച്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ ഇപ്പൊ? ഇല്ല, ദാറ്റ് ഇസ് ഇറ്റ്. എനിക്ക് സ്ട്രോങ് ആയിട്ട് പഞ്ചാബ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? പഞ്ചാബ് ഒരു ട്രോഫി അർഹിക്കുന്നില്ല. ഇപ്പൊ RCB ഫാൻസ്, ഇപ്പൊ ബ്രോയ്ക്ക് അറിയാം, ഞാനൊരു RCB ഫാൻ, എനിക്കറിയാം എന്റെ വേദന എന്താണ്. ഒരു പഞ്ചാബ് ഫാൻ എന്നുള്ള രീതിയിൽ അവരുടെ വേദന ഭയങ്കരമാണ്. അതുകൊണ്ട് ഒരു അവസരം അവർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ, അത് അവരുടെ പെർഫോമൻസ് ഒക്കെ മോശമാണ്, അവർ കയറിയാലും മറ്റു ടീമുകളെ തോൽപ്പിക്കുക എന്നുള്ള കാര്യം ഉറപ്പില്ല, എങ്കിൽ പോലും ഒരവസരം അവർ അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് പഞ്ചാബ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സോ അങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ, നേരത്തെ ബ്രോ പറഞ്ഞ പോലെ തന്നെ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്ക്, ഒരു കമന്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ആസ് ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.